ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജെ. എല്ലാവർക്കും സുഖമല്ലേ? ഇനി വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞു. അപ്പൊ ഈ 500 കടന്നു സബ്സ്ക്രൈബേഴ്സ്, അത് ഇനി വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെ, അതായത് ഈ ടേൽസ് ഓഫ് ജെ ഇഷ്ടപ്പെട്ട് കാണുകയും അതേപോലെ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം അത്രയും സന്തോഷമുണ്ട്. 2 മാസമേ ആയിട്ടുള്ള ഏകദേശം, എന്നാലും നല്ല ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ടാണ് എനിക്ക്. സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ സ്നേഹവുമാണ് എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇനി വീണ്ടും ഇതുപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും സ്നേഹവും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ വീണ്ടും നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്കും അതുപോലെ ഇഷ്ടപ്പെടുമെന്ന് 100% ഉറപ്പുള്ള തനി നാടൻ പാലക്കാടൻ ഐറ്റം വെള്ളയപ്പം. അതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയുമാണ്. കൂടാതെ വളരെ നല്ല ആരോഗ്യകരമായ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളയപ്പത്തിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടാണെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ വീട്ടിൽ എപ്പോഴും അരിമാവ്, അതായത് ഇഡ്ലിക്കോ ദോശയ്ക്കോ അരച്ചു വെച്ച മാവ് കാണും. അപ്പൊ കുറച്ച് പുളിച്ചിട്ടുള്ള ആ മാവാണ് ഇതിന് ഏറ്റവും യോജിച്ച ഒരു ഇൻഗ്രീഡിയന്റ്. അപ്പോൾ ആ മാവാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇത് ഞാനൊരു 200 ഗ്രാമിന്റെ കപ്പാണ്. 200 ഗ്രാമിന്റെ കപ്പില് ഒരു 2 കപ്പ് എടുത്ത് ഒഴിച്ചു നോക്കാം. എന്നിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ എടുക്കും. 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ എടുക്കാം, കാരണം ഞങ്ങൾ 3 പേര് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 600 ഗ്രാം, ഞാനിപ്പോൾ 600 ഗ്രാം മാവാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്രയും മതി. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ട് പോലും ഉപയോഗിക്കാം. അരച്ചു വെക്കുന്ന ഇഡ്ഡലി മാവാണ്. ഇത് ലൈറ്റ് ആയിട്ടൊരു പുളിപ്പുണ്ടാകും. കാരണം അറിയാലോ, നിങ്ങൾ എല്ലാവരും വീട്ടിൽ അങ്ങനെയാണല്ലോ മാവ് അരച്ചു വെക്കുന്നത്. ആ കുറച്ച് പുളിച്ച മാവ് തന്നെയാണ്. അതാണെങ്കിലാണ് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ തന്നെ അരച്ച് ഉണ്ടാക്കുന്ന വെള്ളയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പലതും, അതായത് ഈസ്റ്റോ അതുപോലുള്ള പലതും ചേർക്കേണ്ടി വരും. അത് വേണ്ട. അതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധാരണ നമ്മുടെ ദോശമാവ് എടുത്താൽ മതി. അപ്പോൾ അത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അതുപോലെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് കടലപ്പരിപ്പ്, അതായത് ഒരു 2 ടീസ്പൂണോളം കടലപ്പരിപ്പ്, അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പ്. ഇതൊക്കെയാണ് ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം ഈ മാവിലേക്ക് അതായത് ഈ ഉള്ളി, പച്ചമുളക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് താളിച്ച് അതിലേക്ക് ഒന്ന് ചേർക്കണം. അപ്പൊ അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതുപോലൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടായി ഒന്ന് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുകിനോടൊപ്പം തന്നെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ജീരകവും പൊട്ടിയതിനു ശേഷം ഈ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ആദ്യം തന്നെ ചേർക്കേണ്ടതാണ്, ചേർക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ എണ്ണ ഇങ്ങനെ സെന്ററിലേക്ക് മാറ്റിയിട്ട് ഈ കടലപ്പരിപ്പ് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ ചൂടായി കടുകും ജീരകവും ഇട്ട ഉടനെ തന്നെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുത്ത് എന്നിട്ട് വേണം ചെറിയുള്ളി ചേർക്കാനായിട്ട്. ഞാനിത് അറിയാതെ ഒന്ന് മാറിപ്പോയി, ആദ്യം തന്നെ ചെറിയുള്ളി ചേർത്ത് പോയി. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇതിലേക്ക്. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലൊരു താളിപ്പ് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്കായിട്ട് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിലേക്കൊക്കെ ചെറുതായിട്ടൊരു ഉപ്പിന്റെ ടേസ്റ്റിനായിട്ട് കുറച്ചൊരു ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നല്ല പോലെ നമ്മുടെ ഈ
വറവ് അതായത് ഈ താളിച്ചത് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ചൂടാണല്ലോ, അതുകൊണ്ട് ഉടനെ മാവിലേക്ക് ചേർക്കുന്നില്ല. ഞാൻ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ചൂടൊന്ന് ശരിയായതിനു ശേഷം മാവിലേക്ക് ചേർക്കാം. 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ വെച്ചു. നല്ലപോലെ ഒന്ന് ആറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാവിലേക്ക് ഇത് മുഴുവനും ചേർത്ത് നല്ലപോലെ മാവ് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അപ്പത്തിന്റെ ചട്ടി അടുപ്പിൽ വെച്ച് ഓരോരോ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഞാൻ അപ്പച്ചട്ടി വെച്ചു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓരോ കുഴികളിലും ഏകദേശം ഒരു മുക്കാലോളം ഭാഗം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് കോരി ഒഴിക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി. ഇനി നമുക്കിത് ഓരോ കയ്യിലും മാവ് ഒഴിച്ച് അതായത് കുറച്ച് ചെറിയ സ്പൂണിലെടുത്ത് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പൂണിന് ഓരോ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഈ സെന്ററിൽ തന്നെ ഒഴിക്കാം. അതുപോലെ എല്ലാ കുഴികളിലേക്കും ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ 2 സൈഡും നന്നായിട്ടൊന്ന് വേവണം. നല്ലപോലെ കുറച്ച് തീ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് കൊടുക്കണം. കാരണം ഫുൾ ഫ്ലെയിമിൽ വെച്ച് അടി ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിങ്ങനെ പതുക്കെ തിരിച്ചിടാം. ഇങ്ങനെ ഓരോ കുഴിയിൽ നിന്നും അപ്പം തിരിച്ചിട്ട് കൊടുക്കാം. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയാ, ഈ ആരെടുത്ത് വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മാവ് നല്ല പാകമായിട്ടുണ്ട്. മാവിന്റെ പുളിപ്പും എല്ലാം പാകമാകുമ്പോഴാണ് ഇങ്ങനെ നല്ല ഷേപ്പിലും അതുപോലെ ഇങ്ങനെ ആരെടുത്തൊക്കെ വരാറുള്ളത്. നന്നായിട്ടൊന്നാവട്ടെ, അതുവരെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ കണ്ടോ, മറ്റേ സൈഡ് നല്ലപോലെ റെഡി ആയി കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് നല്ലപോലെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ലേ എന്ന് അറിയാനായിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കാം. കുത്തിയെടുത്തത് കണ്ടോ, ഒന്നും ഇതിൽ പൊട്ടി പിടിക്കുന്നില്ല. മാവൊന്നും എല്ലാം നല്ലപോലെ വെന്ത് റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല മൊരേന്ന്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം. ലാസ്റ്റ് ഒന്നുകൂടെ ഇതിലേക്ക് തന്നെ കയറ്റാം. ഓക്കെ, റെഡി. ഇപ്പൊ ഇതിൽ അത്യാവശ്യം എണ്ണ ഉണ്ട്. നമുക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടോ, ഇപ്പൊ നമ്മുടെ വെള്ളയപ്പം മുഴുവൻ റെഡിയാക്കി കഴിഞ്ഞു. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്തുകൂടെ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് ആദ്യം കാണിച്ചു തരാം. കണ്ടോ, വെള്ളയപ്പത്തിന്റെ അകത്ത് ഇതാ എന്തൊരു സോഫ്റ്റ് ആയിട്ട് നല്ല ഉള്ളെല്ലാം നല്ലപോലെ വെന്ത്. നമുക്കിനി ഇത് നല്ല കഴിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. എന്താ വൈറ്റ് ചട്നി കൂട്ടി ഇങ്ങനെ എടുത്ത് അടിപൊളിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.